ഹലോ ഫ്രണ്ട്സ്, ഞാനിന്ന് കാണിക്കുന്നത് ഒരു ഈവനിങ് റുട്ടീനാണ്. ഇത് റിക്വസ്റ്റഡ് വീഡിയോ ആണ്. എല്ലാവർക്കും ഒരു മോട്ടിവേഷന് വേണ്ടി ഇത്തരം വീഡിയോസ് കാണിക്കാനായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ തുടങ്ങുന്നത് ഒരു 4:30 5 മണിക്കുള്ളിൽ തന്നെ ഞാനൊന്ന് ആദ്യം അടിക്കും. കാരണം ഇവിടെ പട്ടി കുട്ടൻ്റെ രോമുണ്ട് എല്ലായിടത്തും, അതുകൊണ്ടാണ് അടിക്കുന്നത്. അല്ലെങ്കിൽ എനിക്ക് അടിക്കേണ്ട ആവശ്യമേ വരാറില്ല. സാധാരണ വെറുതെ തുടക്കുക മാത്രമേ ചെയ്യണത്. ഇവന ഉള്ളത് കൊണ്ടാണ് ഞാനിപ്പോൾ അടിക്കണത്. അപ്പം ഞാൻ ഈ സമയത്ത് തന്നെ തുണി വാഷ് ചെയ്യാനിപ്പോൾ ഇടും. കാരണം ഒരു ചൂട് കുറഞ്ഞ സമയത്താണ് ഇപ്പം തുണി പുറത്തിടുന്നത്. അല്ലെങ്കിൽ കളറൊക്കെ പോവില്ലേ. അപ്പോൾ വൈകുന്നേരം ഒന്ന് തുണി വാഷ് ചെയ്ത് ഇട്ടിട്ട് രാത്രി അവിടെ തുണി കിടക്കും. രാവിലെ ഒരു ചെറിയ ചൂട് കൊള്ളുമ്പോൾ തന്നെ തുണി എടുത്ത് മടക്കി വെക്കും. ഇത് ഞങ്ങളുടെ പുറത്തെ ഗ്രൗണ്ട്, അവിടെ ഒരു ഷൂട്ടിംഗ് ലൊക്കേഷനാണ് സിനിമയുടെ. അതിൻ്റെ ഔട്ട്ഡോർ സെറ്റ് ഇടുന്നതാണ് അവർ. 2 ആഴ്ചയായിട്ട് അവിടെ പണിയാണ്. ഒരുപാട് ആളുകളൊക്കെയാണ്. ഷൂട്ടിംഗ് തുടങ്ങിയിട്ടില്ല. അപ്പോൾ അതിൻ്റെ വലിയൊരു സെറ്റാണ് അവരവിടെ ഇടുന്നത്. നമ്മുടെ ഫ്ലഡൊക്കെ വന്നിട്ട് ഒക്കെ മുങ്ങിപ്പോകണ ആ ഒരു സീനൊക്കെയാണ് അവിടെ അവർ സെറ്റ് ഇടുന്നത്. അപ്പോൾ അതിൻ്റെ പൊടി അവിടെ ഒരുപാട് വണ്ടികളും ആളുകളൊക്കെ വന്നാൽ പൊടിയൊക്കെ ഉണ്ട്. അപ്പോൾ എപ്പോഴും തുടച്ചിടണം. അല്ലെങ്കിൽ ഞാൻ തുടക്കാറുണ്ട്. ഈ റൂം ഞാനധികം കാണിക്കാത്ത റൂമാണ്. കാരണം ഈ റൂമിലൊന്നും ഞങ്ങൾ കിടക്കാറില്ല. ഇവിടെ ഡ്രസ്സൊക്കെ മാറാൻ വേണ്ടിയിട്ട് വരുന്നതും ഷൂസ് ഒക്കെ വെച്ചേക്കുന്ന ഒരു സ്ഥലമാണ്. പിള്ളേരുടെ ഷൂസാണ് കൂടുതലായിട്ട്. എനിക്കധികം ചെരുപ്പൊന്നുമില്ല. അപ്പോൾ പിള്ളേർ സാധാരണ ഉള്ള ഷൂസൊക്കെ പുറത്തും കിടപ്പുണ്ട്. ഇത് വല്ലപ്പോഴൊക്കെ ഉള്ള ഷൂസുകളൊക്കെയാണ്. ചെരുപ്പും ഞങ്ങളുടെ പായൊക്കെ ഇതിനകത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് പഴയൊരു മീൽ സെൽഫായിരുന്നു. ഇപ്പം ഇതിൻ്റെ നെറ്റെല്ലാം മാറ്റിയിട്ട് ചില്ലൊക്കെ ഇട്ടിട്ട് അങ്ങനെ വെച്ചതാണ്. എല്ലാ മുറിയും ഇങ്ങനെ ഒന്നങ്ങോട്ട് തുടക്കുക. അപ്പോൾ കൂടെ അവനുണ്ട് കേട്ടോ. ആ പട്ടീൻ്റെ കൂടെ തന്നെ ഓടി നടക്കുന്നുണ്ട്. അപ്പോൾ ഏതായാലും പിള്ളേര് ഞങ്ങളുടെ മക്കൾ വരുന്നത് ഒരു 3 മണി കഴിയുമ്പോഴേക്കേ എത്തുള്ളൂ വീട്ടിൽ. അപ്പോൾ അതിന് ശേഷമാണ് ഞങ്ങൾ ഭക്ഷണം ഉച്ചക്ക് കഴിക്കണത്. അതോടുകൂടി തന്നെ ഞാൻ സാധാരണ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഉടനെ ചായക്കിടും. ഊണ് കഴിച്ച് കഴിഞ്ഞാൽ ഉടനെ തന്നെ ചായക്ക് ഇട്ടിട്ടാണ്. ഇന്നിപ്പോൾ ചായ ഇടണില്ല. അതിന് വരെ വേറൊരു കാര്യമാണ് ചെയ്യണത്. അപ്പോൾ പിള്ളേർ വന്ന് ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ എൻ്റെ ഈവനിങ് പരിപാടികൾ തുടങ്ങണേണ്. പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കണമെങ്കിൽ അതൊക്കെ ചെയ്യും ഉടനെ തന്നെ. ചെടികൾക്ക് ഇത്തിരി വെള്ളമൊഴിച്ച് ഇത് ആടലോടൊക്കെ 2ാമത് പിടിച്ചതാണ്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ നമ്മൾ എല്ലാ സ്ഥലത്തും ഒന്ന് തുടച്ചേക്കുക. ഈ ഫ്ലോറ് തുടച്ചതിന് ശേഷം മുകളിലേക്കൊന്നും ഞാൻ ചെയ്യാറില്ല കേട്ടോ. എപ്പോഴും ഒരു ദിവസത്തിൽ ഒരു പ്രാവശ്യം മാത്രമേ മുകളിൽ തുടക്കാറുള്ളൂ. ഇത് നമ്മളുടെ ഫ്രിഡ്ജ് ഓർഗനൈസർ ഇപ്പോൾ ഇവിടെ കൊണ്ടുവന്ന് വെച്ചേക്കണം. പിന്നെ നമ്മളുടെ ഹോൾട്ടർ എപ്പോഴും നമ്മൾ തുടക്കുക. കാരണം അത് നമ്മൾ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കേണ്ട ഒരു സ്ഥലം ഇതെല്ലാം അല്ലേ. അപ്പോൾ അതൊക്കെ ചെയ്യും. പിന്നെ നമ്മൾ എവിടെയൊക്കെ പൊടിയുണ്ട് അത് നോക്കി നോക്കി തുടക്കണം. പിന്നെ എന്താ പറയണത്, ഒരു ദിവസം ഒരു പ്രാവശ്യം ഞാൻ തുടച്ചെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മളുടെ വീട്ടിലെ പൊടി മാറണമെന്നുണ്ടെങ്കിൽ നമ്മൾ പല പ്രാവശ്യം തന്നെ തുടക്കണം. അല്ലാതെ ഇങ്ങനെ ഒരു കടമ തീർത്ത പോലെ തുടച്ച് കഴിഞ്ഞ് ഇനി തുടക്കേണ്ട ആവശ്യമില്ല, നോക്കേണ്ട ആവശ്യമില്ല, കണ്ണുപൂട്ടിയിരുന്നാൽ ഈ പൊടികളൊന്നും കാണില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെ തുടച്ചൊക്കെ നടന്നു കഴിഞ്ഞാൽ പിന്നെ ഇരിക്കാൻ സമയമൊന്നും ഉണ്ടാവില്ല കേട്ടോ. റെസ്റ്റിന് സമയമൊന്നും ഇല്ല. അതൊരു സത്യമാണ്. നമ്മളുടെ ഓർഗനൈസർ ഇതിലൊക്കെ ഇപ്പം ഞാൻ വെക്കണേണ്ടത് നല്ല യൂസ്ഫുള്ളാണ് കേട്ടോ. ബോക്സിൽ നിന്നൊക്കെ എടുത്ത് മാറ്റി ഞാൻ. അപ്പോൾ തുണികൾ ഇന്നലത്തെ തുണിയാണ് മടക്കി മാറ്റിയത്. ഇത്ര നേരം എല്ലാ തുണിയും മടക്കി മാറ്റി അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് ഇവിടേക്ക് ഒന്ന് ഞാൻ തുടക്കണേണ്. എങ്കിലും എനിക്ക് വൈകുന്നേരം കറി വെക്കാറുണ്ട്. കാരണം ഇത് തിങ്കളാഴ്ചയാണ് ഷൂട്ട് ചെയ്യണത്. ഞായറാഴ്ചത്തെ എൻ്റെ ഡെയിലി മീലൊക്കെ നിങ്ങൾ ഇത് ഫുൾ ഹോളിഡേ മീൽ കണ്ടില്ലേ, അതിനകത്തെ കറികളൊക്കെ എനിക്ക് തിങ്കളാഴ്ച ഉണ്ടായിരുന്നു ഉച്ചവരെ. അപ്പോൾ ആ കറികളൊക്കെ കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോയി. ഇനിയിപ്പോൾ രാത്രി കറി വെക്കണം. കറികളെല്ലാം തീർന്നു. അപ്പോൾ ഉച്ചയ്ക്ക് എനിക്ക് പണിയുണ്ടാകുന്നില്ല. ഇപ്പോഴത്തേ ഞാൻ പറഞ്ഞില്ലേ വൈകുന്നേരം സ്നാക്സ് ആയിട്ടൊന്നും ചെയ്യണില്ല. അതുപോലെ ചായയും ഇടണില്ല. അതിന് പകരം ഇപ്പോൾ നമുക്ക് ചൂടായത് കൊണ്ട് ഇങ്ങനെ ഒന്ന് ചെയ്യാമെന്ന് വിചാരിച്ച് കുറച്ച് ആപ്പിള്, 2 ടൈപ്പ് മുന്തിരി, മാങ്ങ, വാട്ടർമെലൺ, പൈനാപ്പിൾ ഇത്രയും സാധനം ഞാൻ എടുത്തിട്ട് ചെറിയ പീസായിട്ട് സ്ക്വയറായിട്ട് കട്ട് ചെയ്തെടുത്തിട്ട് അത് ഒരു പച്ചയിർക്കിലിയിൽ കുത്തിയെടുത്ത് വെക്കുകയും ചെയ്തത്. സ്ക്വയർ ഒന്നും കിട്ടിയില്ല. ഇവിടെ പരിസര പ്രദേശത്തൊന്നും സ്ക്വയറൊന്നും ഇല്ല. അതുകൊണ്ട് ഞാൻ പച്ചയിർക്കിലി എടുത്താൽ മതി. പച്ചയിർക്കിലി മതി കേട്ടോ. അതാണ് കൂടുതൽ നല്ലതായിട്ട് എനിക്ക് തോന്നിയത്. നല്ല ഫ്രഷ് അല്ലേ അതെല്ലാം. വെറുതെ പൈസ കൊടുത്ത് സ്ക്വയർ മേടിക്കേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ ഈ രീതിയിൽ ഞാൻ ചെയ്ത് പിന്നെ അതിന് കുടിക്കാനായിട്ടൊരു ലൈം നാരങ്ങ പിഴിഞ്ഞെടുത്ത് ആ നീരും കൊണ്ട് ഇത് മറ്റേ കുരു മാറ്റണം കേട്ടോ, അരിച്ചത്. അതും ഞങ്ങളുടെ മുറ്റത്തുള്ള മിൻറ്റ് ലീവ്സാണ്. അതും ഇട്ട് കുറച്ച് പഞ്ചസാര മാത്രമേ ഇടുന്നുള്ളൂ. കാരണം ഞാൻ ഇതിനകത്ത് 7 വെള്ളത്തിന് വരൊഴിക്കണത്. വെള്ളം ഒഴിക്കണവർക്ക് പഞ്ചസാര കൂടുതലാണ്. അപ്പോൾ ആദ്യം പഞ്ചസാര ഒന്ന് പൊടിയാക്കി ഒന്ന് മിക്സിയിട്ട് അടിച്ചിട്ട് മാത്രം മിൻറ്റും നാരങ്ങനീരും ചേർത്ത് അടിച്ചാൽ മതി. അപ്പോൾ നല്ല കറക്റ്റായിട്ട് വരും. അതുകൊണ്ട് വേണമെങ്കിൽ ഒന്ന് അരിക്കുക. ഇതിപ്പോൾ ഞാൻ അരിച്ചിട്ടില്ല, കാരണം ഇതിവിടെ കടിക്കണതൊക്കെ കുഴപ്പമില്ലായിരുന്നു. അപ്പോൾ ഇതിൻ്റെ പിറകെ ഞാൻ കുറച്ച് ഇത് ഐസ് ക്യൂബും ഇട്ട്
ഇത് സെവനപ്പ് ഒഴിച്ച്. അപ്പോൾ നിങ്ങൾക്ക് കളറില്ലാത്ത ഇത് വേണമെങ്കിലും മേടിക്കാട്ടോ. ഇത് സോഫ്റ്റ് ഡ്രിങ്ക്സ് കളറ് ഉണ്ടാവാതിരുന്നാൽ മതി. അപ്പോൾ ഒരു വെള്ള കളറിൽ തന്നെ ഇരുന്നോളൂ. അപ്പോൾ ഇത് ആ 2 സ്ക്വയറിൽ കഴിച്ച് ഒരാൾ കഴിക്കുമ്പോൾ തന്നെ വയറ് നിറഞ്ഞിട്ട് നന്നായിട്ട് നല്ലൊരു സംഭവമാണ്, ഇഷ്ടപ്പെട്ടു. അപ്പോൾ നിങ്ങൾക്കിത് ഞാനിതിങ്ങനെ കാണിച്ചെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ വളരെ ഇഷ്ടപ്പെട്ട ഫ്രണ്ട്സ് റിലേറ്റീവ്സ് ഒക്കെ വരുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു രീതിയിൽ വെൽക്കം ചെയ്യാൻ ഒക്കെ എടുത്തു വെച്ച് കഴിഞ്ഞാൽ വളരെ കളർഫുള്ളും നല്ലതുമാണ്, ഹെൽത്തിയാണ്. കുറേ ഉണ്ട് എൻ്റെ ഫ്രൂട്ട്സ്. അപ്പോൾ 2 ബൗളിൽ ഫ്രൂട്ട്സ് ഞാൻ ഫ്രിഡ്ജിലെടുത്ത് മാറ്റി വെച്ച്, ഞാൻ കുത്താത്തത്. പിന്നെ ഞാൻ എടുത്തത് എൻ്റെ ഇത് എക്സസൈസ് എന്ന് പറയുന്നത് ഞാൻ 3/4 മണിക്കൂർ എല്ലാ ദിവസവും വൈകുന്നേരം നടക്കും. ആ സമയത്ത് തന്നെ ഞാൻ എൻ്റെ മുഖത്തിത്തിരി കോക്കനട്ട് ഓയിൽ ഇട്ടിട്ടാണ് നടക്കുന്നത്. ഇതിപ്പോൾ രാത്രിയാണ് നടക്കുന്നത്, കാരണം ചൂട് കൂടുതലായതുകൊണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ് ശേഷം പ്രെയർ കഴിഞ്ഞ് ഞാൻ കറി വെക്കാൻ കയറി. അപ്പോൾ രാത്രി കറി വെക്കണത് സോയാ ചങ്ക്സും ഉരുളക്കിഴങ്ങും കൂടി ഒരു വറുത്തരച്ച കറിയാണ്. ഞാൻ വളരെ കുറച്ച് എടുത്തുള്ളൂ, ഒരു 5-6 സോയയും ഒരു ഉരുളക്കിഴങ്ങും മാത്രമേ എടുത്തിട്ടുള്ളൂ, കാരണം ഇതൊന്നും ഇവർക്ക് ഇഷ്ടമില്ല. അപ്പോൾ ഇത്തിരി തേങ്ങയും ഇട്ട് അതിനകത്തേക്ക് ചെറിയ ഉള്ളി അരിഞ്ഞതും ഇഞ്ചി വെളുത്തുള്ളി ഇത് ഇത്ര ഇട്ടിട്ട് വറുത്തെടുത്ത് ഇത്രയും മസാല, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, ഒരു പേരിനൊരു പിഞ്ച് മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മസാലപ്പൊടി, ഇത്രയും ഇത് വറുത്തിട്ട് ഏറ്റവും അവസാനം അതിനകത്തേക്ക് ഇടുക. അപ്പോൾ തന്നെ തീ ഓഫ് ചെയ്തിട്ട് ആ ബർണറിൻ്റെ മീതെ തന്നെ മാറ്റാതെ പാത്രം അവിടെ വെക്കും. ആ ചൂടിൽ അത് കറക്റ്റായി വന്നോളും. അല്ലാതെ ഞാനിത് മസാലപ്പൊടി ഇട്ടിട്ട് പിന്നെ കുറേ നേരം തീയിലിട്ടൊന്നും ഇളക്കാറില്ല. അപ്പോൾ ഇതൊന്ന് തണുത്ത് കഴിഞ്ഞാൽ അപ്പം തന്നെ അത് മിക്സിയിലിട്ടിട്ട് പെട്ടെന്ന് തന്നെ അതൊന്ന് പൊടിച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മൾ ഇത്തിരി ഒന്ന് സവാള ഒന്ന് താളിച്ച് അതിനകത്തേക്ക്, ഇപ്പം ഞാൻ സവാള എന്ന് പറഞ്ഞിടത്തൊക്കെ നിങ്ങൾക്ക് ഉള്ളി ഉപയോഗിക്കാട്ടോ. എനിക്ക് നേരെ കിട്ടണല്ലോ ഇപ്പോൾ ഉള്ളിയൊക്കെ പൊളിക്കാൻ വേണ്ടി സവാള തന്നെയാണ് കൂടുതൽ എടുക്കുന്നത്. ഈ യൂട്യൂബിൻ്റെ വർക്കൊക്കെ ഇട്ട് നടക്കുമ്പോൾ ഉള്ളി ഒക്കെ പൊളിക്കാനായിട്ട് ഭയങ്കര മടി തോന്നും. എന്ന് വെച്ചാൽ സമയമില്ല, അതാ കാര്യം. സവാള പെട്ടെന്ന് പൊളിച്ചെടുക്കാമല്ലോ. അപ്പോൾ നിങ്ങൾ ഉള്ളിയൊക്കെ ഉപയോഗിക്കണമെങ്കിൽ കൂടുതൽ ടേസ്റ്റ് ആയിരിക്കും കേട്ടോ കറി. അത് ഞാൻ എപ്പോഴും ഓർമ്മിപ്പിക്കണം. അപ്പോൾ ഈ സാധനങ്ങളൊക്കെ ഒന്നിച്ചങ്ങോട്ട് അതിനകത്തേക്ക് ഇട്ട്, കാരണം അത് വറുത്ത സാധനം തേങ്ങ വറുത്തത് പിന്നെ കിടന്ന് മൊരിയേണ്ട കാര്യമൊന്നുമില്ല. പെട്ടെന്ന് തന്നെ അതിനകത്തേക്ക് കൂടുതൽ വെള്ളമൊഴിക്കുക. ഉരുളക്കിഴങ്ങ് വെന്ത് വരണ്ടേ, അല്ലെങ്കിൽ അത് ഭയങ്കരമായിട്ട് കുറുകിപ്പോകും. അപ്പോൾ കൂടുതൽ വെള്ളമൊഴിച്ച് വെന്ത് എണ്ണ തെളിയാൻ നേരത്തെ അങ്ങോട്ട് ഓഫ് ചെയ്യുക. അപ്പോൾ തിക്നെസ് നോക്കുക, വേണമെന്നുണ്ടെങ്കിൽ ചൂടുവെള്ളം ഒഴിച്ച് ലൂസാക്കാം. അപ്പോൾ ഇതൊന്നും ഇവിടെ ഇഷ്ടമില്ല, ആരും അധികം കഴിക്കില്ല, ഞാൻ മാത്രമേ കഴിക്കുള്ളൂ. അതുകൊണ്ട് ഇതേ ഒരു ഓംലെറ്റും കൂടി ഉണ്ടാക്കുന്നുണ്ട്. പച്ചമുളകും സവാളയും മാത്രം ഉപ്പും കൂടി ഇട്ടിട്ട് പെട്ടെന്ന് തന്നെ ഒരു ഓംലെറ്റ്. ആ ഓംലെറ്റ് ഇതും കൂടി. അപ്പം ഞാൻ നമ്മുടെ വറ്റിലൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ വറുത്തില്ല, എല്ലാ ദിവസവും വേണ്ട. എനിക്കാണെങ്കിൽ അതിനൊരു അഡിക്ഷനും ആയിട്ടുണ്ട്. വറ്റിലില്ലാതെ ഇപ്പം തിന്നാൻ പറ്റാത്ത ഒരു അവസ്ഥയായിട്ട് മാറിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞാനതൊന്നും വറുത്തില്ല, ആ ശീലം മാറ്റാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതേ ഓംലെറ്റ് ഉണ്ടാക്കി വെച്ച് അത് മതി. അപ്പോൾ ഒരു ബേക്കറി ആയിട്ട് ഇങ്ങോട്ട് പോയിക്കോട്ടെ എന്ന് വിചാരിച്ചു. കാരണം ഇന്നലെയൊക്കെ കുറേ ഇറച്ചിയൊക്കെ തിന്നതാണ്, ഇന്ന് ഉച്ചവരെ തിന്നതാണ്. അപ്പം അതുകൊണ്ട് ഇത് മതി എന്ന് വിചാരിച്ച്. ഇവിടെ ചപ്പാത്തിയൊന്നും ആർക്കും വേണ്ട, ചോറ് തന്നെ വേണം. പിന്നെ ഇത് തുടക്കണേണ്, ലാസ്റ്റ് തുടയാണ്. അപ്പം ഞാൻ ഫ്ലോറും ഒക്കെ തുടക്കും. ഇതൊക്കെ ഒന്ന് വിനാഗിരി വെള്ളം, 1 ഗ്ലാസ് വിനാഗിരിക്ക് 2 ഗ്ലാസ് വെള്ളം ചേർത്താണ് മിക്സ് ചെയ്ത് വെക്കണത്. ഇനി കൂടുതൽ നിങ്ങൾക്ക് ഇഴജന്തു ശല്യങ്ങൾ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ പകുതി എടുത്തിട്ട് സ്പ്രേ ചെയ്തൊക്കെ അടിക്കാം. അപ്പോൾ നമ്മുടെ വീട്ടിൽ പാറ്റ ശല്യം എനിക്കൊരു കുഴപ്പമില്ല കേട്ടോ. പാറ്റയും ഇല്ല, പല്ലിയും ഇല്ല. ഈ ഒരു സംഭവത്തിൽ തന്നെ എനിക്കറിയില്ല, പലരും പല രീതിയിൽ പറയുന്നുണ്ട് പാറ്റ കയറണമെന്നൊക്കെ. എനിക്കറിയില്ല, ഇവിടെ അങ്ങനെയൊന്നും ഇല്ല. ഏതായാലും ഞാൻ കബേർഡിൻ്റെ അകത്തൊക്കെ ഇത് വിനാഗിരി മാത്രമായിട്ടൊക്കെ സ്പ്രേ ചെയ്ത് അങ്ങോട്ട് കൊടുക്കും. നമ്മുടെ പാത്രങ്ങളൊക്കെ അതിനകത്തിരിക്കുമ്പോൾ വിനാഗിരി കുഴപ്പമില്ലല്ലോ, കെമിക്കലല്ലല്ലോ, കുഴപ്പമില്ല. അപ്പോൾ ഇതേ കറി ബാക്കി വന്നത് ഞാൻ പറയില്ല, ഞാൻ സെർവിങ് ഡിഷിൽ എടുത്ത് വെക്കണതുകൊണ്ട് പെട്ടെന്ന് തന്നെ എടുത്ത് ഫ്രിഡ്ജിൽ വെക്കാം. ഇനി ഒരു പാത്രം കഴുകല, രാത്രിയും ഉച്ചക്കൊക്കെ ഇങ്ങനെ പാത്രം കഴുകാനുണ്ടാവും. അപ്പോൾ ഞാൻ കുക്കിംഗ് ടൈമിൽ പാത്രം ഞാൻ ഒറ്റ പാത്രങ്ങൾ കഴുകി വെക്കും. ഇതിപ്പോൾ അങ്ങനെ പറ്റില്ലല്ലോ, നമ്മളെല്ലാവരും ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ട് കഴിയുമ്പോൾ ഇതുപോലെ തന്നെ കുറേ പാത്രങ്ങൾ വന്നു വീഴും. അപ്പോൾ അങ്ങനെ അത് വീഴുന്നത് വിന്താലുവിൻ്റെ ചട്ടി കഴുകണേണ്. ഇത് ഇന്നിപ്പോൾ 2 കഷ്ണത്തിന് വേണ്ടിയിട്ട് അതോടെ വെച്ചാണ്. കാരണം വിന്താലു മീൻകറിയൊന്നും ഇങ്ങനെയുള്ള മൺചട്ടിന് ഞാൻ മാറ്റാറില്ല, ചെറിയ പാത്രത്തിൽ. അത് എൻ്റെ ഇളയ മോന് വേണ്ടി സൂക്ഷിച്ച് വെച്ചതാണ് ആ 2 കഷ്ണം. രാത്രി അവന് കൊടുത്തു, കാരണം അവന് ഈ പറഞ്ഞ പോലെയാണ്, നോൺ തന്നെ വേണം. അപ്പോൾ ഇതേ രാത്രി എൻ്റെ തുടക്കലാണ്. അത് നിങ്ങൾക്കറിയാമല്ല, രാത്രി കിടക്കണതിന് ഞാൻ തുടക്കാറുണ്ട്. കാരണം രാവിലെ എഴുന്നേൽക്കുമ്പോൾ നമുക്ക് മനസ്സമാധാനം ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ രാത്രി നീറ്റായിട്ട് ഇട്ട് കഴിഞ്ഞാൽ രാവിലെ എഴുന്നേൽക്കുമ്പോൾ അത് കാണുമ്പോൾ തന്നെ സമാധാനം കിട്ടും. പിന്നെ ഞാൻ ചെയ്യണ ഒരു കാര്യം, എല്ലാ റൂമിലും കയറി ഇറങ്ങി ഒന്ന് നോക്കും. കാരണം എന്താണെന്ന്, ഞാനിത് ഹസ്ബൻഡൊക്കെ ഇല്ലാതെ ജീവിക്കണത് കൊണ്ട് എനിക്ക്
പേടിയാണ്. വല്ല കള്ളന്മാരൊക്കെ പകൽ സമയത്ത് കയറി ഇരുന്നിട്ട് രാത്രി എഴുന്നേറ്റ് വരുമോ എന്നൊക്കെയുള്ളൊരു പേടിയാണ്. മുറിയുടെ അകത്ത് ഒളിച്ചിരിക്കല്ല എവിടെയെങ്കിലുമൊക്കെ. അപ്പം എല്ലാ സ്ഥലത്തും ഞാനൊന്ന് നോക്കും. കട്ടിലിൻ്റെ അടിയിൽ, മുകളിലെ റൂമുകളിലെല്ലാം കയറിയിട്ടൊന്ന് നോക്കിയിട്ട് വരും. അല്ലെങ്കിൽ രാത്രി കിടന്നു കഴിയുമ്പോൾ എനിക്ക് എന്തെങ്കിലും ഒരു അപശബ്ദം കേട്ട് കഴിഞ്ഞാൽ അപ്പം പേടിയാണ്. എന്താണാവോ, ആരാണ് കയറിയിരിക്കണത് എന്നുള്ള ഒരു പേടി വരും. അതില്ലാതിരിക്കാനായിട്ട് രാത്രി കംപ്ലീറ്റ് ചുറ്റും നടന്നിട്ട് നോക്കും. അപ്പം ഇവിടെ എല്ലാവരും ഒക്കെ പോയി കഴിഞ്ഞിട്ടാണ് കിടക്കാനായിട്ട്. ഇപ്പം ഞാൻ ഒറ്റയ്ക്കുള്ള ഞാൻ തന്നെയാണ് ഷൂട്ട് ചെയ്യണം. ഇത്രയും നേരമൊക്കെ എന്നെ ഷൂട്ട് ചെയ്യാൻ സഹായിച്ചത് എൻ്റെ ഇളയ മോനാണ്. ഇപ്പം ഇനി എല്ലാവരും പോയി കഴിഞ്ഞു. അപ്പോൾ ഇത് അവരുടെ ഒരു ബെഡ്റൂം അല്ല, ഒരു ബെഡ്റൂം ആണെങ്കിൽ ആരും കിടക്കില്ല. അവർ പഠിക്കണ മുറിയാണിത്. കാരണം ഭയങ്കര ചൂടായതുകൊണ്ട് ഈ 2 കട്ടിൽ അപ്പുറത്ത് ഇപ്പുറത്ത് വിട്ടിട്ട് 2 കട്ടിലിൽ ഇവർ കിടന്ന് സ്റ്റഡിയിൽ വെക്കില്ലേ. അപ്പം അങ്ങനെയൊക്കെ പഠിക്കും. AC ഒക്കെ ഇട്ട് കിടക്കാമല്ല. അവരുടെ ബെഡ്റൂമാണിത്. ബെഡ്റൂമിൽ എങ്ങനെ കിടക്കാനാണ് പറഞ്ഞത്. അതിൻ്റെ ബാത്റൂമും. അപ്പോൾ സ്റ്റഡി റൂമിൽ AC ഒന്നും ഇല്ല. അപ്പോൾ അവർക്ക് മുകളിലായതുകൊണ്ട് ഭയങ്കര ചൂടാണെന്നാണ് പറഞ്ഞത്. സ്റ്റഡി റൂമിലൊന്നും ഇരുന്ന് പഠിക്കില്ല. ബെഡ്റൂമിൽ തന്നെ അടച്ച് കയറി ഇരുന്നിട്ട് AC ഒക്കെ ഇട്ടൊക്കെ ഇരുന്നൊക്കെ പഠിക്കണതാണ്. ഇനിയിപ്പോൾ ഞാനൊന്ന് കുളിക്കാൻ പോകണം. അപ്പോൾ എനിക്കിങ്ങനെ സ്കിൻ കെയർ എന്ന് പറയാനൊന്നും ഇല്ല. തലയിൽ വെള്ളം ഒഴിക്കില്ല കേട്ടോ. രാത്രി 10:30 മണിയായിട്ടുണ്ട്. ഇപ്പോൾ സ്കിൻ കെയർ ഒന്നും ഇല്ല. കുളിച്ച് മേലെ കഴുകി കഴിഞ്ഞിട്ട് അപ്പം തന്നെ എൻ്റെ ഓയിൽ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ എന്തോയിലാണ്, നല്ലെണ്ണ മേത്ത നനവോട് കൂടി അങ്ങനെ തേക്കുകയും ചെയ്യണത്. സ്കിന്നെല്ലാം നല്ല നീറ്റായിട്ടായിരിക്കണത്. ഒരു കുഴപ്പമില്ല എൻ്റെ സ്കിന്നിന്. വേറെ ഒന്നും തന്നെ ക്രീമുകൾ ഇതുവരെ ഞാൻ യൂസ് ചെയ്തിട്ടില്ല. അപ്പോൾ എല്ലാവരും ഒക്കെ പരിസരവാസികളൊക്കെ കിടന്ന് ഉറങ്ങിയിട്ടായി. എൻ്റെ യൂട്യൂബ് വർക്കിൽ ഞാൻ ഇരുന്നാൽ 12 മണിയാകും കിടക്കുമ്പോൾ. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകല്ലേ. ഇതിന് പ്രത്യേകിച്ച് ഫീസൊന്നും ഇല്ല കേട്ടോ. എല്ലാവരും അത് ഓർക്കണം. താങ്ക് യു.